സുവിശേഷ വീഥി. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ സുവിശേഷ വീഥിയിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. വീണ്ടും നമ്മുടെ കർത്താവിൻ്റെ ജീവൻ്റെ വചനവുമായി ഒരുമിച്ചായിരിക്കാനായിട്ട് ഒരവസരവും ഭാഗ്യം ലഭിച്ചുവല്ലോ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷത്തിലൂടെ ഞാനും നിങ്ങളും അനുദിനം യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഒരു വിശ്വാസം എല്ലാവരെയും കുറിച്ച്. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്രേ സുവിശേഷം. മുടങ്ങാതെ പതിവ് പോലെ ദിനം പ്രതി അത് തുറക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവണം, ചെയ്യേണ്ടതാണ്. അങ്ങനെ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഈ ഭൂമിയിലെ ജീവിതത്തിനിടയിൽ ഈ സുവിശേഷത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുമ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന നമുക്ക് സത്യത്തിൽ എന്താണ് ലഭിക്കുന്നത്? എന്താണ് ശരിക്കും ലഭിക്കേണ്ടത്? അത് വല്ലാത്ത ചോദ്യമാണ്. അതിനും ചില ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത് എത്രയോ ആവശ്യമാണ്. മുമ്പോട്ടുള്ള ഇനിയുള്ള ഓരോ ചോടിനും ഓരോ നിമിഷ യാത്രയ്ക്കും കുറേ കൂടി ക്ലാരിറ്റി, വ്യക്തതയുണ്ടാവും. അതുകൊണ്ട് തന്നെ സുവിശേഷ വായന, സുവിശേഷ ഭാഗ ധ്യാനം കൊണ്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? പുതുതായിട്ട് എന്താണ് ലഭിക്കുന്നത്? അതിന് ഉത്തരം അന്വേഷിക്കുമ്പോൾ യേശുവിൻ്റേതായി ഈ ഭൂമിയിൽ മുഴങ്ങിക്കേട്ട ആദ്യത്തെ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതുതന്നെയാണ് യേശു ആദ്യമായിട്ട് ചോദിച്ചതെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത്തരം അവകാശവാദങ്ങളൊന്നുമില്ല. എന്നാലും സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച്, സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് ഭൂമിയോട് യേശുവിൻ്റേതായ ആദ്യത്തെ ചോദ്യം അതെന്തായിരുന്നു? വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആ ചോദ്യം കിടപ്പുണ്ട്. എന്നോടും നിങ്ങളോടുമാണ്, അല്ലെങ്കിൽ എന്നോടും നിങ്ങളോടും കൂടിയാണ് യേശു ആ ചോദ്യം ചോദിച്ചതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും മിക്ക ആളുകളും അതങ്ങ് സമ്മതിച്ചു തരുന്നുമില്ല. യേശുവിൻ്റെ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്. ശരിക്കും ഹൃദയത്തെ, മനസ്സിനെ, എൻ്റെ വിചാരങ്ങളെ എല്ലാം നന്നായി കുത്തി മുറിപ്പെടുത്തുന്നൊരു ചോദ്യം തന്നെയാണ്. നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? രണ്ട് വിധത്തിലാണ് എന്നെ നിങ്ങളും അത് കുത്തി മുറിപ്പെടുത്താൻ പോകുന്നത്. ഒന്ന്, നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നതെന്ന യേശുവിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് ഓർത്തത്, വീണ്ടെടുത്തത്. ഇല്ല, ഇതുവരെയും അവനെ അന്വേഷിച്ചിട്ടില്ല, കാര്യമായിട്ട് തിരക്കിയിട്ടില്ല. തിരയേണ്ടതുപോലെ തിരയാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒട്ടും ഒരു ജാഗ്രതയോ ഒരുക്കമോ ലക്ഷ്യബോധമോ ഒരുപക്ഷെ ഇതുവരെയും ഉണ്ടായിട്ടുമില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഇത് ചോദിച്ച കർത്താവിനെന്ന് 12 വയസ്സായിരുന്നു എന്നുകൂടി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. ഭൂമിയോട് യേശു ചോദിച്ച ആദ്യത്തെ ചോദ്യം, സുവിശേഷത്തിൽ രേഖപ്പെടുത്തി കിട്ടിയ ആദ്യത്തെ ചോദ്യം. അങ്ങനെ ആ ചോദ്യത്തിന് മീതെ നിൽക്കുമ്പോൾ എന്തിനാണ് കർത്താവിനെ നമ്മൾ ഓരോരുത്തരും തേടുന്നതും തിരയുന്നതും നേടുന്നതുമൊക്കെ? യേശുവിൻ്റെ ആദ്യത്തെ ചോദ്യമാണ് ഇതെന്നുകൂടി സുവിശേഷം അനുസരിച്ച്, രേഖപ്പെടുത്തി കിട്ടിയതനുസരിച്ച് ആദ്യത്തെ ചോദ്യമാണെന്നുകൂടി തിരിച്ചറിയുമ്പോൾ സാക്ഷാൽ ദൈവത്തിൻ്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? അതും ഒരു കൗതുകം തരുന്ന, വിചിത്രമായ അനുഭവം തരുന്ന ഒരു അന്വേഷണമാണ്. ദൈവം ഭൂമിയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ്? അപ്പോൾ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകത്തിലേക്ക് ഒന്ന് ഓടിപ്പോകേണ്ടി വരും. ആദ്യ പുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ തന്നെയാണ്. ആദ്യ മനുഷ്യനോടാണ് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആദ്യ മനുഷ്യനോടാണ് ആ ചോദ്യം ഉയരുന്നതും ഉന്നയിക്കുന്നതുമൊക്കെ. ആദമേ, നീ എവിടെയാണ്? നീ എവിടെയാണെന്നുള്ള ചോദ്യമാണ് ബാധകമാവുന്നത്, പ്രസക്തമാവുന്നത്.
എൻ്റെ നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിലും സാധാരണ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒക്കെ ഏറെ പ്രാധാന്യമുള്ളതായി മുഴങ്ങുന്നുണ്ട്. നീ എവിടെയാണ്? ഒരു വിശദീകരണം കൊടുക്കാനായിട്ട് കാര്യമായ ഏകാഗ്രതയോ താല്പര്യമോ ആലോചനയോ നമുക്കുണ്ടോ? ഓരോരുത്തരും എവിടെയാണ്? ശരീരം കൊണ്ട് എവിടെയാണെന്ന് ഒരുപക്ഷെ അവനവനും കണ്ടെത്താൻ പറ്റും. നമ്മളെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും വേണമെങ്കിൽ കണ്ടെത്തി പറയാൻ പറ്റും ഇപ്പോൾ എവിടെയാണ്. പക്ഷേ മനസ്സുകൊണ്ട്, വിചാരം കൊണ്ട്, ഏകാഗ്രത കൊണ്ട്, താല്പര്യം കൊണ്ട്, സമർപ്പണം കൊണ്ട് ഞാൻ എവിടെയാണ്? അത് കുറച്ച് പാടാണ്. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് പഴയ നിയമം ആരംഭിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി ആത്മീയ തലത്തിലേക്ക് ഈ ചോദ്യം മാറുന്നുണ്ട്. നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? അപ്പം ദൈവാന്വേഷണികളായ ആരോടോ ആയിരിക്കണം 12 വയസ്സുള്ള യേശുവിൻ്റെ ചോദ്യം. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അനുസരിച്ച് അവൻ്റെ മാതാവായ അമ്മയായ മറിയത്തോട്, പിന്നെ ഭൂമിയിലെ യേശുവിൻ്റെ വളർത്തപ്പനായ യൗസേപ്പിനോട്, മാതാപിതാക്കളോടായിരുന്നു യേശുവിൻ്റെ ഈ ചോദ്യം. നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? മകനെ ഒന്ന് നഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ ഒരു വേഗവും വേവലാതിയും അത്ര എളുപ്പത്തിൽ നമുക്ക് പിടുത്തം കിട്ടണമെന്നില്ല. അത്രയ്ക്ക് വലിയ നഷ്ടങ്ങളിലൂടെ നമ്മളൊരു പക്ഷേ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. കടന്നു പോയിട്ടുള്ളവർക്കറിയാം ആ നഷ്ടം എത്ര വലുതാണെന്ന്. അങ്ങനെ മകനെ നഷ്ടപ്പെട്ട, അവനെ കളഞ്ഞുപോയെന്ന് അവർ ഉറപ്പിച്ച ഒരു നിമിഷമുണ്ട്. അവിടം തൊട്ട് അവരവനെ അന്വേഷിക്കുകയായിരുന്നു. ആ 3 ദിവസം അന്വേഷണം നീണ്ടുപോയെന്നൊക്കെ പറയുമ്പം എന്തുമാത്രം എരിഞ്ഞ് പുകഞ്ഞിട്ടുണ്ടാവും. അത്രത്തോളം അവർ ഭാരപ്പെട്ട വേറൊരു നിമിഷം ഉണ്ടാവുമോ? ഒടുവിൽ അവനെ കണ്ടുകിട്ടുകയാണ്, അവനെ കണ്ടെത്തുകയാണ് ദേവാലയത്തിനുള്ളിൽ വെച്ച്. അവിടെ ഇങ്ങനെ ശാസ്ത്രിമാർ, പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ അവരെ കേട്ടും അവരോട് ചിലതൊക്കെ ചോദിച്ചും വളരെ സജീവമായിട്ട് അവനവിടെയുണ്ട്. അവനറിയുന്നില്ലല്ലോ അവൻ്റെ അമ്മ, അതുപോലെ ഭൂമിയിലെ അവൻ്റെ വളർത്തപ്പൻ അവനെ ഇങ്ങനെ കാണാതെ ഭയങ്കര പരിഭ്രമത്തിലും സംഭ്രമത്തിലും തപ്പി നടക്കുകയായിരുന്നെന്ന്. അമ്മ ഇങ്ങനെ പറയുന്നത്, നീ എന്ത് പണിയാണ് കാണിച്ചത് കൊച്ചേ? ഞാനും നിൻ്റെ അപ്പനും എന്തുമാത്രം അന്വേഷിച്ച് ബുദ്ധിമുട്ടി. അതിനൊരു മറുപടിയായിട്ടായിരുന്നു യേശുവിൻ്റേതായി ചോദ്യം ഉയരുന്നത്, നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഭൂമിയിലെ എല്ലാ ഭക്തരും എപ്പോൾ വേണമെങ്കിലും ഇത്തരമൊരു ചോദ്യം നേരിടേണ്ടി വരും. പ്രതീക്ഷിക്കണം നമ്മളുടെ ജീവിതത്തിൽ യേശു ചോദിച്ചാൽ എന്തുത്തരമായിരിക്കും കൊടുക്കാനായിട്ട് നമ്മുടെ കൈവശമുള്ളത്. ചില ഉത്തരങ്ങളൊക്കെ നമ്മളൊന്ന് തേടി കണ്ടെത്തി വെക്കണ്ടേ? ചോദ്യങ്ങളൊക്കെ ഉറപ്പാണ്. അങ്ങനെ അറിയുന്ന ചോദ്യങ്ങൾക്ക്, മുൻകൂട്ടി അറിവ് ലഭിക്കുന്ന ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം പഠിച്ചു വെക്കേണ്ട, കണ്ടെത്തി വെക്കേണ്ട ഒരു ബാധ്യതയില്ലേ നമുക്ക് ഓരോരുത്തർക്കും? എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? അവിടം തൊട്ട് വേണം എൻ്റെ നിങ്ങളുടെയും ഈ ആത്മീയ ജീവിതത്തെ ഒന്നും കൂടി പാകപ്പെടുത്താനായിട്ട്. അങ്ങനെ നമ്മൾ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ എന്തിനൊക്കെയാണ് ഞാൻ യേശുവിനെ തേടുന്നത് എന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. പല ആവശ്യങ്ങളാണ്, പല വിശദീകരണങ്ങളും ഉത്തരങ്ങളുമാവും. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് യേശുവിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, കുറച്ചുകൂടി അറിയാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യനെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുമ്പോഴാണ് അവർക്കിടയിലെ അടുപ്പത്തിന് കുറേ കൂടി ഒരു ദൃഢതയുണ്ടാവുക. കുറേ കൂടി ഒന്ന് ക്ലോസ് ആവാനായിട്ട് കുറേ കൂടി അറിയണ്ടേ? അപരിചിതർക്കിടയിൽ എന്താണ് അടുപ്പമുള്ളത്? പരിചിതരാവുന്നത് എങ്ങനെയാണ്? പരസ്പരം അറിയുമ്പോഴാണ്. അങ്ങനെ യേശുവിനെ കുറേ കൂടി അറിയാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ആദ്യപടി സുവിശേഷം തന്നെയാണ്. അതങ്ങനെ യേശുവിൻ്റെ ഒരു ബയോഗ്രഫിയൊന്നുമല്ല, ജീവചരിത്രമൊന്നുമല്ല. അതിങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ ആരെങ്കിലും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതുമല്ല. പിന്നെ അവൻ്റെ ഒപ്പം നടന്നവർ, അല്ലെങ്കിൽ അവൻ്റെ ഒപ്പം നടന്നവർക്ക് ഒപ്പം പിന്നീട് നടന്നവർ, അവനെ ചുറ്റിപ്പറ്റിയുള്ള ആ സംഘങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഉൾപ്പെട്ടവർ, അവർ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ
യേശുവിൻ്റെ മരണത്തിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കണ്ടതും കേട്ടതും പറഞ്ഞറിഞ്ഞതും ഓർത്തെടുക്കാൻ പറ്റുന്നതും എല്ലാം കൂടെ ഇങ്ങനെ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർക്കാനായിട്ട് ശ്രമിച്ചത്. അതിങ്ങനെ ക്രമരഹിതമാവും. എല്ലാം ഒരുപോലെയൊന്നും ആവണമെന്നുമില്ല. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ്, ഓരോരുത്തരുടെ വീക്ഷണകോണിൽ നിന്നാണ്. എന്നാലും സുവിശേഷത്തിന് യേശുവിനെക്കുറിച്ച് എന്തെല്ലാമോ പറയാനായിട്ട് സാധിക്കുന്നില്ലേ? ഒന്നും പൂർണ്ണമാവുന്നില്ല. യേശുവിനെക്കുറിച്ചുള്ള അറിവ് ഈ വർത്തമാനകാലത്തും വളരെ സജീവമാണ്. അത് വളരെ പുതുക്കം പ്രാപിച്ചതാണ്. അതുകൊണ്ട് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന യേശുവിനെ മാത്രമല്ല നമ്മൾ അന്വേഷിക്കേണ്ടതും അറിയാൻ ആഗ്രഹിക്കേണ്ടതും. അതിങ്ങനെ ഇന്നും സജീവമാണ്. വർത്തമാനകാലത്തിലെ യേശുവിനെക്കുറിച്ചും ഒരു അന്വേഷണവും ഒരു വ്യാകുലതയും ഒക്കെ ആവശ്യമാണ്. സുവിശേഷത്തിൽ നമ്മളധികം പരിചയപ്പെട്ടിട്ടില്ലാത്തൊരു യേശുവുണ്ട്. ആ യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നിൻ്റെ ഈ വിചാരം ലക്ഷ്യമാക്കുന്നത്. വളരെ വ്യത്യസ്തനായ യേശു സുവിശേഷത്തിൻ്റെ താളുകളിൽ കിടപ്പുണ്ട്. നമ്മളിങ്ങനെ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ വളരെ ശാന്തനായ, സൗമ്യനായ, വളരെ കരുണയുള്ള, അനുകമ്പയുള്ള, ഭയങ്കര ആത്മാർത്ഥതയുള്ള, മനസ്സലിവുള്ള, കണ്ണുനീർ വാർക്കുന്ന അങ്ങനെ യേശുവിനെക്കുറിച്ചാണ് പൊതുവെ കാണാറുള്ളത്. അങ്ങനെയാണ് യേശു, അതാണ് യേശു. പക്ഷേ അത് മാത്രമാണോ? തൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചൊക്കെ പറയുമ്പം കുറേ കൂടി നീതിയിലും ന്യായത്തിലും അധിഷ്ഠിതമായി തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന, വലിയ വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാത്ത, അധികം കരുണ അപ്പോൾ പ്രതീക്ഷിക്കാത്ത, കൃത്യമായ ന്യായത്തിലും നീതിയിലും ഒരു വിധി പറയുന്ന, ഒരു ഫൈനലായി നമ്മളെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ന്യായാധിപൻ്റെ രൂപമുണ്ട്. അധികം ആളുകൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമില്ലെന്നല്ല, താല്പര്യമില്ല പരിചയപ്പെടാനായിട്ട്. അങ്ങനെ ഒരു യേശു ആരുടെയും ആത്മീയ ഓർമ്മയിൽ വേണ്ടെന്നാണ് ഓരോരുത്തരും നിശ്ചയിക്കുന്നത്. പറഞ്ഞു വരുന്നത്, വളരെ വ്യത്യസ്തമായ ഒരു യേശുവിനെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാരാണ് നമ്മളോട് പങ്കുവച്ചതെന്നാണ് ആദ്യം അറിയേണ്ടത്. യോഹന്നാൻ സ്നാപകനാണ്. യേശുവിന് മുന്നോടിയായി വന്ന, വഴിയൊരുക്കുവാൻ വന്ന, യേശുവിൻ്റെ തന്നെ ചാർച്ചക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, യേശുവിനേക്കാൾ 6 മാസം പ്രായത്തിൽ മൂത്ത എലിസബായുടെയും സക്കറിയ പുരോഹിതൻ്റെയും പുത്രനായ യോഹന്നാൻ മാബ്ദാന. യോഹന്നാൻ മാബ്ദാനയുടെ ഒരു നല്ല പ്രസംഗം അത് സുവിശേഷത്തിൻ്റെ താളുകളിൽ ഉണ്ടല്ലോ. ഒരാളുടെ പ്രസംഗമൊക്കെ ഇന്ന് നമ്മൾ എത്ര വേഗമാണ് യൂട്യൂബിൽ കണ്ടെത്തുന്നത്, അതിങ്ങനെ കേൾക്കുന്നത്, കൃത്യമായി ഫോളോ ചെയ്യുന്നതൊക്കെ. യോഹന്നാൻ മാബ്ദാന ഭൂമിയോട് വളരെ ശക്തമായിട്ട് പ്രവാചക ഒരു അധികാരത്തിൽ സംസാരിക്കുന്നുണ്ട്. യോഹന്നാൻ മാബ്ദാനയുടെ ആ പ്രഭാഷണം ഒരാവർത്തിയെങ്കിലും ഒന്ന് വായിക്കേണ്ടതാണ്. സുവിശേഷത്തിൽ അതെവിടെയാണ്? ആദ്യത്തെ സുവിശേഷത്തിൻ്റെയും മൂന്നാമത്തെ സുവിശേഷത്തിൻ്റെയും 3-ാമത്തെ അധ്യായത്തിൽ ഈ പ്രഭാഷണം ഏതാണ്ട് പൂർണ്ണരൂപത്തിൽ കിടപ്പുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെയും വിശുദ്ധനായ ലൂക്കോസ് സബറോൻ എഴുതിയ സുവിശേഷത്തിൻ്റെയും 3-ാം അധ്യായത്തിൽ അതൊന്ന് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. ക്രിസ്തീയ ജീവിതത്തിൽ, യേശുവിൻ്റെ അനുയായിയായിട്ടുള്ള ജീവിതത്തിൽ, യേശുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള ഭക്തജീവിതത്തിനിടയിൽ ഞാൻ നിങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ട, പാലിക്കേണ്ട ധർമാധർമ്മത്തെക്കുറിച്ച് കൃത്യമായൊരു വിവരണം കിട്ടും. അതിനകത്താണ് യോഹന്നാൻ മാബ്ദാന നമ്മൾ ഇതുവരെയും പരിചയപ്പെടാത്ത, അല്ലെങ്കിൽ പരിചയപ്പെടാൻ താല്പര്യമില്ലാത്ത വളരെ വ്യത്യസ്തനായ യേശുവിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അതിപ്രകാരമാണ് വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പറയുന്നു യേശുവിനെക്കുറിച്ച്. അവൻ്റെ കയ്യിൽ ഒരു വീശുമുറമുണ്ട്. മുറം എന്താണെന്നാണ് ഇനി ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം തിരിഞ്ഞ് അന്വേഷിക്കുന്നത്. എന്താണ് മുറം എന്താണെന്നറിയാനായിട്ട് ചിലരെങ്കിലും പതിയെ ഗൂഗിൾ ചെയ്ത് നോക്കും. മുറം എന്താണ്? വീടുകളിൽ നിന്ന്, വീടിൻ്റെ അടുക്കളയിൽ നിന്ന് എന്നോ അപ്രത്യക്ഷമായ ഒന്നാണ് മുറം അതിൻ്റെ തനതായ രൂപത്തിൽ അധികം ലഭ്യമല്ല ഇന്ന്. എന്നാലും ഫൈബറിൻ്റെയൊക്കെ മുറമുണ്ട്. ഒന്ന് കാണുന്നതും ഒന്ന് പരിചയപ്പെടുന്നതും ഒക്കെ നല്ലതാണ്. വലിയ ഉപയോഗമൊന്നും ഒരു പക്ഷേ
നമുക്ക് ഈ കാലത്ത് ഉണ്ടായില്ല. എന്നാലും മുറം ഒരു അടക്കളയുടെ വലിയൊരു അടയാളവും ഒരു കൗതുകത്തിൻ്റെ അലങ്കാരത്തിൻ്റെ ഭാഗമൊക്കെയാണ്. മുറം എന്തായിരുന്നു? മുറം ഇങ്ങനെ കൃത്യമായി വീശിപ്പെറുക്കാനുള്ളതാണ്, പാറ്റിപ്പെറുക്കാനുള്ളതാണ്. ഒരു കാലത്ത് നമ്മുടെ അടക്കളയുടെ അവിഭാജ്യ ഘടകവുമായിരുന്നു. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ? ആ തനിമ, ദേശത്തിൻ്റെ, ഭാഷയുടെ, സംസ്കാരത്തിൻ്റെ അത്തരം തനിമകൾ, അത്തരം അടയാളങ്ങളൊക്കെ നമുക്കിടയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിൻ്റെ കയ്യിൽ ഒരു വീശുമുറമുണ്ടത്രേ. നമുക്ക് എന്തൊക്കെ കയ്യിലുണ്ടെന്ന് സങ്കല്പിക്കാൻ പറ്റുമെങ്കിലും ഒരു വീശുമുറം യേശുവിന് തീരെ ചേരാത്തതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനൊരു ചിത്രം പോലും ഒന്ന് വരച്ചെടുക്കാൻ പറ്റുമോ? ഈ കേൾക്കുന്ന ആളുകൾക്കിടയിൽ ആർക്കെങ്കിലും ഇങ്ങനെ വരയ്ക്കാനായിട്ട് വൈഭവം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിദ്ധിയും ശേഷിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രമൊക്കെ ഭാവനയിൽ കണ്ടെന്ന് വരച്ചെടുക്കുന്ന നല്ലതാണ്. ഒത്തിരി വലിപ്പത്തിലൊന്നും വേണ്ട, ഒരു ചെറിയ പടം മതി. എന്നിട്ട് പറ്റുമെങ്കിൽ അവനവൻ്റെ ഉറക്കമുറിയുടെ ഭിത്തിയിലൊന്ന് പതിപ്പിച്ച് വെച്ചാൽ നല്ലതാണ്. കൊണ്ടു നടക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ എപ്പോഴും കാണാവുന്ന വിധത്തിൽ ആ പടമൊന്ന് ഇടുന്നത് നല്ലതാണ്. വേറൊന്നുമല്ല, ഒരു വീശുമുറവൊക്കെ ആയിട്ട് നിൽക്കുന്ന വളരെ വ്യത്യസ്തനായ ഒരു യേശുരൂപം. അവിടം കൊണ്ട് യോഹന്നാൻ മാബ്ദാന അവസാനിപ്പിക്കുന്നില്ല. വീശുമുറം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കൗതുകവും ഒരു വിചിത്രമായ ചോദ്യവുമൊക്കെ ഒരു ആശങ്കയുമൊക്കെ മാത്രമായി അത് അവസാനിച്ചേനെ അല്ലേ? എന്തിനാവാം വീശുമുറമൊക്കെ? ഈ വീശുമുറവായിട്ട് നിൽക്കുന്ന യേശു അതെന്താണ്, എന്തിനാണ്? അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊന്ന് സമാധാനത്തിൽ നമുക്കും അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ യോഹന്നാൻ മാബ്ദാന, സ്നാപയോഹന്നാൻ അവിടം കൊണ്ട് നിർത്താതെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവൻ കളം വെടിപ്പാക്കുന്നു. വീശുമുറം കയ്യിലുണ്ടെന്ന് മാത്രമല്ല, അവൻ കളം വെടിപ്പാക്കുന്നു. എന്നിട്ടോ ഗോതമ്പ് സംഭരണശാലകളിൽ, അറപ്പുരകളിൽ ശേഖരിക്കുന്നു. അപ്പം ഗോതമ്പ് പാറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. അവൻ്റെ കയ്യിലൊരു വീശുമുറമുണ്ട്. അവൻ ഗോതമ്പ് കൃത്യമായിട്ട് പാറ്റുന്നു. എന്നിട്ടോ പറന്നു പോകേണ്ടത് പതിരുണ്ടത്രേ. പതിരൊക്കെ പറന്നു പോവും, മുറത്തിന് വെളിയിൽ പോവും. സൂക്ഷിക്കേണ്ട, ശേഖരിക്കേണ്ട, സമാഹരിക്കേണ്ട ആ കതിരൊക്കെ കൃത്യമായി ആ മുറത്തിൽ അവശേഷിക്കും. അത് പുരകളിലേക്ക് മാറ്റുകയും ചെയ്യും. ഓർത്ത് നോക്കിക്കേ, കൃത്യമായി വീശുമുറ ഉപയോഗിക്കുന്ന ഒരു യേശു, കയ്യിലുണ്ടെന്ന് മാത്രമല്ല അത് കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു യേശു. ഇങ്ങനെ കാലം എപ്പോഴെങ്കിലുമൊക്കെ യേശുവിൻ്റെ ഭക്തരായ നമ്മൾ ഓരോരുത്തരെ, യേശു നാമം പേറുന്ന നമ്മൾ ഓരോരുത്തരെ അവൻ്റെ കയ്യിലുള്ള വീശുമുറത്തിലേക്ക് എടുത്തിടും. ഒരു സംശയവുമില്ല. അങ്ങനെയൊന്ന് കുറച്ച് ഭയത്തോടും സംഭ്രമത്തോടും കൂടി ഒന്ന് വിശ്വസിക്കേണ്ടതാണ്, ഉള്ളിലൊന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. എന്താണ്? കാലം എപ്പോഴെങ്കിലും, അത് ഇന്ന് തന്നെയാവാം, നാളെയാവാം, മറ്റന്നാളാവാം, കുറച്ച് നാളുകൾക്ക് ശേഷമാവാം. എന്നാലും ഉറപ്പാണ്, യേശുവിൻ്റെ കയ്യിലുള്ള വീശുമുറത്തേക്ക് എന്നെയും എടുത്തിടും. അവിടെ ഞാൻ ആരാണെന്ന് വ്യക്തമാകും. അതുവരെ ഒരുപക്ഷെ എനിക്ക് എന്നെ തന്നെ വേണമെങ്കിൽ കാര്യമായിട്ടൊന്ന് വഞ്ചിച്ചുകൊണ്ടേയിരിക്കാം. ഞാനായിരിക്കുന്ന സമൂഹത്തെ, ചുറ്റുപാടുള്ള സകല മനുഷ്യരെയും കാര്യമായിട്ട് വഞ്ചിക്കാൻ പറ്റും. പക്ഷേ കാലം ഒരു നേരത്ത് കർത്താവിൻ്റെ കയ്യിലെ വീശുമുറത്തിലേക്ക് എന്നെ ഇടുമ്പോൾ കതിരും പതിരും വേർതിരിയും. ഒരു സംശയവുമില്ല. എന്തെങ്കിലുമൊക്കെ ഉള്ളിലുണ്ടോ കനപ്പെട്ടത്? എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങളുടെ കനമുണ്ടോ? ജീവിതത്തിൽ ലഭിച്ച അവസരങ്ങളിൽ ചെയ്ത നന്മകളൊക്കെ എന്നെ കനപ്പെട്ട മനുഷ്യനാക്കി മാറ്റും. അങ്ങനെ എന്തെങ്കിലും കനവുണ്ടോ ഉള്ളിൽ? ഒരു കനവുമില്ല, ഒരു ശേഖരണവുമില്ല. അപ്പോൾ അതിങ്ങനെ പറന്നു പോകേണ്ട, പുറത്തു പോകേണ്ട പതിരായി മാത്രം മാറുകയാണ്. ഉറപ്പാണ്, ആ മുറത്തിന് വെളിയിൽ പോവും. അതോ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങളുടെ കനമുണ്ടോ ഉള്ളിൽ? നിലപാടുണ്ടോ? അന്തസ്സുണ്ടോ? കുലീനമായൊരു ജീവിതമുണ്ടായിരുന്നോ? അങ്ങനെ തല കുനിക്കാതെ അവസാനം ആ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കാനായിട്ട് ശേഷിയുണ്ടാവുമോ? അങ്ങനെയാണൊരു മനുഷ്യന് ഇങ്ങനെ കനമുള്ള, സംഭരിക്കേണ്ട, സൂക്ഷിക്കേണ്ട, അറപ്പുരകളിലേക്ക് മാറ്റേണ്ട കതിരുകളായി ഒരുവൻ മാറുന്നത്. എത്ര കാലം വേണമെങ്കിലും നമുക്കിങ്ങനെ
എല്ലാവരെയും വഞ്ചിക്കാം, അവനവനെ തന്നെ കാര്യമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കാമെന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷെ ഓർത്തു, കാലം കൃത്യമായൊരു ദിവസം കണ്ടെത്തിയിട്ടുണ്ട്. ആ ദിവസത്തിൽ തമ്പുരാൻ്റെ വീശുമുറത്തിലേക്ക് ഞാനും വീഴുമ്പോൾ, എത്തപ്പെടുമ്പോൾ, ആ ശരിക്കും നിഴലും ഇരുളും വെളിച്ചവും എല്ലാം വേർതിരിയുകയാണ്. നന്മതിന്മയൊക്കെ ബോധ്യപ്പെടുകയാണ്. ഒരു രസകരമായ ഒരു കഥയുണ്ട്. ഇങ്ങനെ BA വരെ പഠിച്ചിട്ട് ഒരു തൊഴിലുമില്ലാത്ത ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഒരിടത്തും ഒരു തൊഴിൽ കിട്ടുന്നില്ല. ആരെങ്കിലും തൊഴിൽ തരാമെന്ന് വിചാരിച്ചാലോ എക്സ്പീരിയൻസ് ഉണ്ടോയെന്നാണ് ചോദിക്കുക. എന്തെങ്കിലും പരിചയമുണ്ടോ? ഒരു പരിചയവുമില്ല. നിങ്ങളെപ്പോലെ ആരെങ്കിലും തൊഴിൽ തന്നാലല്ലേ എന്തെങ്കിലും ചെയ്ത് പരിചയം ഉണ്ടാവുള്ളൂ. പരിചയമില്ലാത്തവരെ ഞങ്ങൾക്ക് വേണ്ട. ഇയാളുടെ ഇപ്പോഴത്തെ പണി ഇങ്ങനെ ഉച്ചവരെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. വീട്ടുകാരാവട്ടെ ഇവൻ ഉണർന്നാൽ റേഡിയോ പോലെ കേട്ടുകൊണ്ടേയിരിക്കുന്ന എന്താണ്? ഇവനെക്കുറിച്ചുള്ള പഴികളും പരാതികളുമാണ്. അവൻ്റെ തീറ്റയെക്കുറിച്ചും നീണ്ട ഉറക്കത്തെക്കുറിച്ചും. ഇവൻ ചിന്തിക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? പഠിച്ചു, ഒരു തൊഴിലിന് വേണ്ടി അലഞ്ഞു, ഒന്നും ഒക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഗ്രാമത്തിൽ ഒരു സർക്കസുകാർ എത്തിയെന്നറിയുന്നത്. അതിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ കേട്ട് അവരെ കൂടാരം കിട്ടുന്ന സമയത്ത് ഒരു പൊട്ടക്കഥ കേട്ടോ, നടന്നൊന്നുമല്ല. ഇയാൾക്ക് തോന്നുകയാണ് 2-3 മാസക്കാലം എന്തായാലും ഈ സർക്കസുകാർ ഈ ഗ്രാമത്തിലുണ്ടാവും. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ടോ? ഒന്ന് അന്വേഷിക്കാം. ഞാനാണെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്, പഠിച്ചിട്ടുള്ള ആളാണ്, ജോലിയൊക്കെ ചെയ്യാൻ കഴിവുണ്ട്. ജോലി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ചെയ്ത് ശീലമില്ലെന്നേ ഉള്ളൂ. എന്തായാലും മാനേജരെ പോയി കാണുകയാണ്. സാർ, നിങ്ങൾ 2-3 മാസം ഞങ്ങളുടെ ഈ ദേശത്തുണ്ട്, എന്തെങ്കിലും തൊഴിൽ തരാൻ പറ്റുമോ? ഞാൻ BA വരെ പഠിച്ച ആളാണ്. BA വരെ പഠിച്ചതെന്ന് കേട്ടപ്പം ആ മാനേജറുടെ മുഖത്തോടെ ഒരു പുച്ഛം കടന്നു പോയോ എന്നൊക്കെ ഈ ചെറുപ്പക്കാരന് സംശയമുണ്ട്. അങ്ങനെയാണ് അയാൾ എല്ലാവരെയും കണ്ടതും പരിചയപ്പെട്ടതുമൊക്കെ. ഇവിടെ ഒരു പണിയില്ല, മാത്രമല്ല ഇവിടെ പണിയെടുക്കാനേ താല്പര്യമില്ലാത്ത കുറേ മനുഷ്യരും അതിലും മടിയന്മാരെ കുറേ മൃഗങ്ങളുമുണ്ട്. ഞാൻ പൊറുതിമുട്ടിയിരിക്കുക. ഞാൻ ചിലപ്പോൾ ഇത്തവണ 3 മാസം പോലും തയ്ക്കുമെന്ന് തോന്നുന്നില്ല. അതിനുമ്പോൾ ഈ കൂടാരത്തിന് തീയിടാൻ സാധ്യതയുണ്ട്. അത്രത്തോളം ഞാൻ മടുത്തിരിക്കുക. അങ്ങനെയൊക്കെ ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ട് പൊക്കോ നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ലെന്ന് പറയും. ഇയാൾ ഭയങ്കര ദേഷ്യത്തിലും വിഷമത്തിലും ഈ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോരുക. ശപിക്കപ്പെട്ട ഒരു ദിവസത്തിൻ്റെ ആവർത്തനം പോരണ്ടായിരുന്നു. ഇയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പുറകിൽ നിന്ന് വിളി വരിക. നിങ്ങളെ മാനേജർ വിളിക്കുന്നു. എന്തോ ഒരു പ്രതീക്ഷ. മാനേജർക്ക് എന്തോ ഒരു വീണ്ടും വിചാരം വന്നിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെടുവോ? ഓടിച്ചെല്ലുകയാണ്. മാനേജർ കുറച്ചും മുമ്പത്തെ മുഖഭാവത്തിലല്ല, കുറച്ചും കൂടി ഒരു സ്നേഹത്തിൽ, ഒരു സഹകരണ ഭാവത്തിൽ നിൽപ്പുണ്ട്. സാർ, എന്തെങ്കിലും സാധ്യതയുണ്ടോ? മാനേജർ പറഞ്ഞു, ഉണ്ടൊരു സാധ്യതയുണ്ട്. എന്താണ് അത്? നിങ്ങൾ ഉദ്ദേശിച്ചൊരു തൊഴിലല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനായ സാമർഥ്യമുള്ള കാണികളൊക്കെ ഏറ്റവും അധികം രസിപ്പിക്കുന്ന ഇനം എന്താണെന്നറിയാം? ഒരു കരടിയുടെ പ്രകടനങ്ങളാണ്. അതിങ്ങനെ സൈക്കിൾ ചവിട്ടും, പത്രം എടുത്തുകൊണ്ട് വരും, ബോൾ എറിഞ്ഞ് എടുത്തുകൊണ്ട് വരും, പറയുന്നതൊക്കെ കേൾക്കും. ചായക്കടയിൽ ചായ അടിക്കുന്ന മാതിരി അത് ചായ അടിക്കും. കാണികളെ ഏറ്റവും ത്രസിപ്പിക്കുന്ന, ലഹരി പിടിപ്പിക്കുന്ന ഒരിനമാണ് ഈ കരടിയുടെ കളികൾ. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ടായി. ഞങ്ങളിവിടെ കൂടാരം അടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കളികളൊന്നും തുടങ്ങിയിട്ടില്ല. എന്നാൽ ഇന്നലെ ഞങ്ങളുടെ കരടി നിർഭാഗ്യവശാൽ ചത്തുപോയി. അത് പുറത്താരെ അറിയിച്ചിട്ടില്ല. പുറലോകം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങളുടെ ഈ സർക്കസ് ആകെ തകർന്നു പോവും. കാരണം ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കരടിയുടെ അഭ്യാസങ്ങളാണ്. ചെറുപ്പക്കാരനാകെ കൺഫ്യൂഷനായി, ഇവിടെ എന്താണ് എനിക്ക് ചെയ്യാനുള്ളത്? അപ്പോൾ പറഞ്ഞു, തനിക്ക് ഈ കുറച്ച് നാളത്തേന് ഈ ദേശത്ത് ഞങ്ങൾ നിൽക്കുന്ന ഈ കാലത്തേക്ക് കരടിയാകാനായിട്ട് പറ്റുമോ? അതിന് പറ്റിയ ഉടുപ്പുകളും കാര്യങ്ങളും മുഖംമൂടി എല്ലാം ഇവിടെ റെഡിയാണ്. അതോടുകൂടി ചെറുപ്പക്കാരൻ ഭയങ്കര ഹാപ്പിയാവും. ഒരു കുഞ്ഞു പണി ഈ സർക്കസ് കൂടാരത്തിനകത്ത് ചെയ്യുന്നതിനേക്കാളും മുഖം മറച്ച്, വേഷം മറച്ച്, രൂപം മറച്ച് മറ്റൊരാളിൽ വരുന്നതാണ് കുറേയും കൂടി നല്ലത്. കാശും കിട്ടും. അങ്ങനെ ഓരോ ഷോയ്ക്കും കാശൊക്കെ പറഞ്ഞൊത്താണ് ആരംഭിച്ചത്. പരിശീലനത്തിനൊന്നും ആവശ്യം വന്നില്ലല്ലോ. അനൗൺസ്മെൻ്റ് അനുസരിച്ച് ഇയാൾ തകർത്ത് വാരുകയാണ്. കാണികളൊക്കെ ഗാലറിയിൽ ഇങ്ങനെ എണീറ്റ് നിന്ന് കൈകൊട്ടുകയാണ്. ശരിക്കും മണ്ടന്മാരെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഗാലറിയിൽ നിറയെ മണ്ടന്മാരാണ് നമ്മുടെ വിചാരവും. പക്ഷെ കാശ് കൊടുത്ത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി ടിക്കറ്റ് എടുത്തിരിക്കുന്ന മണ്ടന്മാരെ അധികം കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ കരടി തൻ്റെ പ്രകടനം കൊണ്ട് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുമ്പോൾ അവർ അടുത്ത ഷോയ്ക്ക് കൂടി വീണ്ടും കയറാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് അടുത്ത ഇനം എന്താണെന്ന് അനൗൺസ്മെൻ്റ് ഉണ്ടാകുന്നത്. അത് കരടിയെ വല്ലാതെ തകർത്ത് കളഞ്ഞു. അതിതായിരുന്നു സിംഹവുമായിട്ടുള്ള
ഒരു ബാറ്റ് ആൻഡ് ബോൾ, അതായത് ഒരു കളിയാണ്. അത് കേട്ടതോടുകൂടി കരടി ആപ്പാടെ ഞെടുങ്ങിപ്പോയി. അയ്യോ, മാനേജർക്ക് എന്ത് പറ്റി? ഞാനാണെന്നുള്ള കാര്യം മറന്നുപോയോ? സിംഹം പുറത്തു വരുന്നു, കൂട് തുറന്ന ഒച്ച കേട്ടു, ബോൾ വരുന്നു, ബാറ്റ് വരുന്നു. കരടി ആക്കപ്പാടെ ഭയന്ന് വിറച്ചിരിക്കുക, പറ്റുന്നില്ല. സിംഹം ഇപ്പം കണ്ടെത്തും. സിംഹം എന്തായാലും അടുത്ത് വന്നു. തന്നെ ജീവൻ പോവും. ഇറങ്ങി ഓടിയാൽ ഈ ഗാലറി ഇരിക്കുന്ന മുഴുവൻ ആളുകൾ തന്നെ ആകാശത്തിട്ടിടിക്കും. കാരണം അവരെ ഇത്ര നേരം പറ്റിച്ചതാണെന്ന് ബോധ്യപ്പെട്ടാൽ. ഇവിടെ നിന്നാൽ സിംഹം കടിച്ചു കൊല്ലും, രക്ഷയില്ല. രക്തസാക്ഷിയാകാനായിട്ട് ഒരുങ്ങിയിരിക്കുക. അപ്പോൾ സിംഹം പതിയെ വന്ന് തൻ്റെ കൈകൊണ്ട് കരടിയുടെ ദേഹത്തൊക്കെ തൊട്ട് തലോടുന്നുണ്ട്. ഇപ്പം കഴുത്തിന് പിടിമുറുകും, ഉറപ്പാണ്. അപ്പോഴാണ് സിംഹം തൻ്റെ മുഖം ഇങ്ങനെ കരടിയോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞത്, നീ BA പാസ്സായ ആളല്ലേ, ഞാൻ MA കഴിഞ്ഞ ആളാണ്. ഓരോ മനുഷ്യനും എത്ര കാലത്തേക്കാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മുഖാവരണങ്ങൾ അണിഞ്ഞ് മനുഷ്യരെ വഞ്ചിക്കാനായിട്ട് പറ്റുക? എപ്പോഴെങ്കിലും തമ്പുരാൻ്റെ കയ്യിലുള്ള ആ വീശുമുറത്തിലേക്ക് ഞാനും വീഴുമ്പോൾ, വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ മാബ്ദാൻ ഓർമ്മപ്പെടുത്തുന്ന ആ വീശുമുറത്ത് ഞാനും വീഴുമ്പോൾ, അത് കതിരും പതിരും വേർതിരിയുന്ന, ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന വിധത്തിൽ വെളിപ്പെടുന്ന ഒരു അവസരമാണ്. അതിനെ തരണം ചെയ്യാനായിട്ട് ഞാൻ നന്മയിലേക്ക് മടങ്ങേണ്ടത് എന്തുമാത്രം ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയുമൊക്കെ അതിന് ബലപ്പെടുത്തട്ടെ. ആ ഒരു പ്രാർത്ഥനയോടുകൂടി ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.